പി ചിത്രരഞ്ജൻ CPM. ശ്രീ ചിത്രരഞ്ജൻ, ആലപ്പുഴയിലാണ് താങ്കളുള്ളത് എങ്കിൽ പോലും കേരളം ആകെ ചർച്ച ചെയ്തിട്ടുള്ള ഒരു മണ്ഡലമാണ് വടകര. ഒരുപക്ഷെ നെക്ക് ആൻഡ് നെക്ക് എന്ന് പറയാവുന്ന രീതിയിൽ അതിശക്തമായ രീതിയിലുള്ള പോരാട്ടമാണ് വടകര നടന്നിട്ടുള്ളത്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപമായി UDF ഉന്നയിക്കുന്നത് CPM വർഗീയ പ്രചരണം നടത്തിയതാണ് എന്ന് മാത്രമല്ല CPM അണികൾക്കിടയിലാണ് യഥാർത്ഥത്തിൽ മതേതര രാഷ്ട്രീയ പ്രചരണം CPM നടത്തേണ്ടത്, അതല്ലാതെ പൊതുസമൂഹത്തിലല്ല എന്നാണ്. അത്ര കണ്ട് CPM അണികൾ വർഗീയ വിഷം തുപ്പുകയായിരുന്നു ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്നാണ് വാദം. ശ്രീ പി ചിത്രരഞ്ജൻ, KPCCയുടെ പ്രസിഡന്റിന്റെ ചുമതല വഹിക്കുന്ന ശ്രീ ഹസന്റെ പത്രസമ്മേളനം ഞാനും കേൾക്കുകയുണ്ടായി. അത് എത്രയധികം അവാസ്തവമായ കാര്യങ്ങളാണ് പറയുന്നത്. ഇവിടെ ഈ വടകരയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള ഈ വിഷലിപ്തമായ പ്രചാര വേലകളുടെ അടിസ്ഥാനത്തിൽ ചാർജ് ചെയ്തിരിക്കുന്ന കേസുകളിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന പ്രതികളാരാ? ഇവിടെ പ്രിയങ്കരനായിട്ടുള്ള കോൺഗ്രസിന്റെ വക്താവിടെ നൗഷാദ് അലി പറഞ്ഞല്ലോ. ഞാൻ അവരുടെ ഓരോരുത്തരുടെ പേര് പറയാം. ടീച്ചർ നബിയെ അപമാനിക്കുന്ന പ്രസംഗം നടത്തിയിരിക്കുന്നു എന്ന് എഡിറ്റ് ചെയ്ത വീഡിയോ പ്രചരിപ്പിച്ചത് ആരാണ്? മിസ്റ്റർ നൗഷാദ് അലി. അതുപോലെ തന്നെ മുസ്ലിങ്ങൾ മുഴുവൻ വർഗീയവാദികളാണെന്ന് ശൈല ടീച്ചർ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രചാരവേല സംഘടിപ്പിച്ചത് ആരാണ്? കാന്തപുരത്തിന്റെ പേരിൽ വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് ആരാണ്? ടീച്ചർ ലവ് ജിഹാദ് ഉണ്ടെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചത് ആരാണ്? ഈ ബഷീർ പാലായാട് എന്ന് പറയുന്ന ആളാരാണ്? ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതി മട്ടന്നൂരുള്ള മുസ്ലിം ലീഗിന്റെ നേതാവല്ലേ? അതുപോലെ തന്നെയാണ് ടീച്ചർക്കെതിരായിട്ട് വ്യാജപ്രകടനം നടത്തിയ മറ്റൊരു പ്രതിയാണ് സൽമാൻ ആരാണ്? ലീഗിന്റെ നൊച്ചാട് പഞ്ചായത്ത് സെക്രട്ടറിയുടെ മകനല്ലേ? അപ്പോ ടീച്ചർ കാഫിറാണെന്നും ഷാഫി മുസ്ലിം ഉമ്മത്താണെന്നും വീടുകളിൽ കയറി പ്രകടനം നടത്തിയ ആരാണ്? മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരല്ലേ? ഇതെല്ലാം ഇപ്പൊ കേസ് വന്നിരിക്കുന്നതല്ലേ? ഇവരെല്ലാം അറസ്റ്റ് ചെയ്തിരിക്കുന്നതല്ലേ? എന്തുമാത്രമല്ലല്ലോ, മുസ്ലിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന അവസാനത്തെ സ്ഥാനാർത്ഥിയാണ് ഷാഫി. അദ്ദേഹം തോറ്റു കഴിഞ്ഞാൽ ഇനി ഒരു മുസൽമാന് ഈ മണ്ഡലത്തിൽ ഒരു സീറ്റ് പോലും കിട്ടാൻ പോകുന്നില്ല എന്ന നിലയിലുള്ള പ്രകടനം നടത്തിയാരാണ്? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഒരു ഘട്ടം വന്നപ്പോ നാദാപുരത്ത് നടത്തിയിട്ടുള്ള റാലി എന്തായിരുന്നു? അവിടെ കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ പതാക ഇല്ലായിരുന്നു. മുസ്ലിം ലീഗിന്റെ പതാക മാത്രം 10,000, 2,000, 3,000 മുസ്ലിം പതാകകൾ അല്ലെങ്കിൽ ലീഗിന്റെ പതാകയെ പിടിച്ചുകൊണ്ട് എങ്ങനെയൊക്കെ വർഗീയവൽക്കരണം നടത്താൻ കഴിയും? മുസ്ലിം തീവ്രവികാരത്തെ ആളിക്കത്തിക്കുവാൻ കഴിയും? അത് മുഴുവനല്ലേ നിങ്ങളുടെ സൈബർ കൂട്ടം ചെയ്തു കൂട്ടിയത്? എന്നിട്ട് ഇപ്പോ വന്നിട്ട് ആടിനെ പട്ടിയാക്കുന്ന കാര്യമാണോ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ കേരളത്തിൽ ഈ നടന്നിട്ടുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 പാർലമെന്റ് സീറ്റുകളിൽ 19 സീറ്റുകളിലും ഉണ്ടാകാത്ത നിലയിൽ കടുത്ത വിഷലിപ്തമായ നിലയിലേക്കുള്ള പ്രചാരവേല നടത്തിക്കൊണ്ട് ഒരു യുവാവ് മത്സരിക്കുന്ന ഒരു സീറ്റിൽ ഇതാണോ മാതൃക കാണിക്കേണ്ടത്? ഇതാണോ കോൺഗ്രസിന്റെ മതേതരത്വം? ശൈല ടീച്ചറിനെ പോലെയുള്ള ഒരാൾക്കെതിരായി എത്ര മ്ലേച്ഛമായ നിലയിലേക്കുള്ള ആക്ഷേപങ്ങളാണ് വർഗീയമായി നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുവാൻ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെടുമെന്ന് ധരിക്കണ്ട. നിങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് തന്നെ ഭവിഷ്യത്തായിട്ട് പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അവകാശപ്പെട്ടിട്ടുള്ള 20 നേടുമെന്ന് അതൊക്കെ ചിരിച്ചു കളയുകയല്ലാതെ വേറെ എന്തെങ്കിലും മാർഗം? ശരി, പി ചിത്രരഞ്ജൻ, ഞാൻ താങ്കളിലേക്ക് വരാം. Debate with MV Nikesh Kumar.